സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. നമ്മുടെ മനസ്സും ചിന്തകളും ശരീരവും ആത്മാവും നമുക്ക് ദൈവസന്നിധിയിലൊന്ന് അടിയറ വയ്ക്കാം. ആരാധന എന്ന് പറയുന്നതാണല്ലോ ദൈവം കടന്നു വരാനായി നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ദൈവത്തിനു മുമ്പിൽ സമർപ്പിക്കുമ്പോഴാണ് ആരാധന, ദൈവത്തിന് വിധേയപ്പെടുക എന്ന് ആരാധന എന്ന് പറയുന്നത്. അപ്പം ദൈവം ആത്മാവായി, പരിശുദ്ധാത്മാവായി നമ്മുടെ ആത്മാവിലേക്ക് വന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നയിക്കും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാമോദീസായിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുവാനായി നമ്മളുടെ ലോകത്തിൻ്റെതായ ശരീരവും മനസ്സും ചിന്തകളും വികാരങ്ങളെയും നമ്മൾ ദൈവസന്നിധിയിൽ അടിയറ വയ്ക്കണം. ഈശോ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങൾ, ഭാരങ്ങൾ, ബുദ്ധിമുട്ടുകൾ പലപ്പോഴും നമ്മളെ തളർത്തിക്കളയാണ്. നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ കാരണം. മത്തായി 11:27 ഈശോ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതായത് നമ്മളുടെ ജീവിതം ദൈവത്തിനും നമ്മുടെ രോഗങ്ങള്, നമ്മുടെ പ്രശ്നങ്ങള്, ബുദ്ധിമുട്ടുകള്, സഹനങ്ങള്, കുടുംബ പ്രശ്നങ്ങള്, സാമ്പത്തിക തകർച്ചകള്, ഇതെല്ലാം ദൈവത്തിനറിയാം. നമ്മളെ ആയിരിക്കുന്നത് പോലെ നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥകളൊക്കെ പലപ്പോഴും നമ്മൾ വിചാരിക്കും ദൈവം പോലും എന്നെ അറിയുന്നില്ല. അല്ല, ദൈവം വ്യക്തമായി നമ്മെ അറിയുന്നു. നമ്മുടെ അവസ്ഥ ദൈവത്തിനറിയാം. പക്ഷെ ദൈവത്തിൻ്റെ ഒരു കാര്യം ഇതാണ്, നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളത് കൊണ്ട് ആര് ദൈവത്തിനു മുമ്പിൽ അടിയറ വയ്ക്കും, ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ അവർക്കാണ് ദൈവം തന്നെ വെളിപ്പെടുന്നത്. അവരുടെ ജീവിതത്തിലാണ് ദൈവം ഇടപെടുക. ദൈവം നീതിമാനാണ്. കാരണം അവസരം കിട്ടുമ്പോൾ ഒന്ന് ചാടിക്കേറി എന്നാൽ കീഴടക്കിയേക്കാം എന്ന് വിചാരിക്കുന്ന ദൈവമല്ല. എന്നാൽ ലോകത്തിൻ്റെ അധിപതിയായ സാത്താൻ മനുഷ്യനെ കൊണ്ട് ആദ്യം മുതലേ പാപം ചെയ്യിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കുകയാണ്. ഏതവസരത്തിലും ചാടിക്കറി കള്ളൻ എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? കള്ളന്മാരാരുടെ അനുവാദം ചോദിച്ചിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ സാത്താൻ പ്രവർത്തിക്കുന്നത് അവസരം മുതലാക്കിക്കൊണ്ട് നമ്മളെ കീഴടക്കുന്ന. അത് ദൈവം അങ്ങനെയല്ല. ദൈവം നീതിമാനായതുകൊണ്ട് ദൈവം നന്മയും തിന്മയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഇഷ്ടമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുക എന്നാണ് ദൈവവചനം. പലപ്പോഴും ചിന്തിച്ചാൽ നമ്മളത് സഭാപ്രസംഗന് അല്ലെങ്കിൽ പ്രഭാഷകൻ 15:15 നിയമാവർത്തനം 30:15 പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട്. ദൈവം നീതിമാനായതുകൊണ്ട് ദൈവം നമുക്ക് പാപം ചെയ്യാൻ പോലും വേണമെങ്കിൽ പാപം ചെയ്ത് നിങ്ങളെ തീരുമാനിക്കും. കാരണം പാപത്തിന് ശിക്ഷയുണ്ട്, പാപത്തിൽ അതിൽ തന്നെ നാശമുണ്ട്, പാപത്തിൽ അതിൽ തന്നെ നിത്യനാശമുണ്ട്. അത് അറിഞ്ഞിട്ട് നിങ്ങൾ ജ്ഞാനമല്ല, വിഷ്ഡം, ജ്ഞാനം എന്ന് പറയുന്നത് ദൈവം കാണുന്നത് പോലെ കാര്യങ്ങളെ കാണാനുള്ള ദൈവം നൽകിയിരിക്കുന്ന ഒരു കൃപയാണ്. ജ്ഞാനമല്ല, വിഷ്ഡം. അത് പരിശുദ്ധാത്മാവാണ്. ലോകത്തിൽ നിന്നില്ല. ലോകം ഒരിക്കലും പറയത്തില്ല. ലോകത്തിൽ എത്രയോ, അല്ലേ, ലോകത്തിൽ അങ്ങേയറ്റം അറിവുള്ള സയൻറ്റിസ്റ്റുകൾ, അങ്ങേറ്റവും നല്ല കഴിവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള അനേകർ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർ പലരും ദൈവം ഇല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? നമ്മൾ ആരെയും വിധിക്കുകയല്ല കേട്ടോ. കാരണം ദൈവം വെളിപ്പെടുത്താതെ ദൈവത്തെ കാണാൻ പറ്റും. ദൈവം വെളിപ്പെടുത്താതെ അല്ല, ദൈവം നമ്മുടെ ആത്മാവിന് പ്രഭാത പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ തന്നെ ഓർപ്പിച്ചൊരു കാര്യം ഇതായിരുന്നല്ലോ. അതായത് നമ്മളുടെ ഈ ശരീരവും മനസ്സും 3 തലമാണല്ലോ. നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും. നമ്മുടെ ശരീരവും മനസ്സും നമ്മൾ സ്വതവേ ആദത്തിന്റെ ഹവ്വായുടെ പാപം മൂലം നമ്മളിൽ തിന്മ പ്രവർത്തിക്കുന്ന 2 മേഖലകളാണ്. നമ്മൾ ജനിച്ചപ്പോൾ തന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണെന്ന് സങ്കീർത്തനം 51 സങ്കീർത്തനം പറഞ്ഞതിന്റെ കാരണം അതാണ്. അതായത് ആദത്തിലൂടെ ഹവ്വായിലൂടെ ജന്മപാപത്തിന്റെ സ്വാധീനം നമ്മളിൽ ഉള്ളത് കൊണ്ട് നിരന്തരം നമ്മൾ ദൈവത്തെ നിന്ദിക്കാനും ദൈവം ഇല്ല എന്ന് പറയാനും ലോകമോഹങ്ങളുടെ പിന്നാലെ പോകാനുള്ളൊരു പ്രവണത എല്ലാ മനുഷ്യരിലുണ്ട്. ഒരു കൊച്ചു കുഞ്ഞിൽ വരെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ കുഞ്ഞുനാളിൽ തന്നെ മാമോദീസ മുക്കി സഭയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ദൈവത്തെക്കുറിച്ച് അറിയാൻ. കാരണം ഇത് സാത്താന്റെ വഞ്ചനയാണ്. നമുക്ക് വേണം ഇങ്ങനെ ചുമ്മാ വിട്ടേക്ക്, അവർ സ്വാതന്ത്ര്യം പോലെ പൊക്കോട്ടെ, അവർ കൊച്ചു കുഞ്ഞുങ്ങളെ ചെല്ലാം അങ്ങനെ പറയാറുണ്ട്, അല്ലേ? അവർ പ്രായമാകുമ്പോൾ വേണമെങ്കിൽ ദൈവത്തെ കണ്ടുകൊള്ളും.
അല്ലെ പ്രായമാകുമ്പോൾ വേണമെങ്കിൽ മാമോദിസ സ്വീകരിച്ചുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അല്ല. വചനം പറയുന്ന ഒരു കൊച്ചു കുഞ്ഞിലും തിന്മ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. അത് ആദ്യ മാതാപിതാക്കളിൽ വന്ന പാപസ്വാധീനമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് 8 ദിവസം പ്രായമായ ഒരു കുഞ്ഞിനെ യഹൂദന്റെ നിയമം അനുസരിച്ച് 8 ദിവസം പ്രായമായ പരിച്ഛേദന കർമ്മം നടത്തി യഹൂദനാക്കി അവനെ എല്ലാ നിയമങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങിയാണ്, ദൈവത്തെ അറിയാനായിട്ട്. ക്രിസ്ത്യാനികൾ ആദ്യം യഹൂദരിൽ നിന്നാണ് ക്രിസ്ത്യാനുണ്ട്, അവരും അത് തന്നെയാണ് ഫോളോ ചെയ്തത്. 8 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ, അതിൽ തിന്മയുണ്ട്, അതിൻ്റെ മനസ്സ് ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തിന്മ അതിനെ കീഴടക്കും. അതുകൊണ്ട് തന്നെ ദൈവം അതിനെ നയിക്കാനല്ലേ പറഞ്ഞ പോലെയാണ്. നമ്മുടെ ശരീരവും മനസ്സും ലോകത്തിൻ്റെതായ രീതിയിലാണ് എപ്പോഴും ചിന്തിക്കുക. പക്ഷെ നമ്മുടെ ആത്മാവ് നിലക്ക് ചിന്തിക്കുക, ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. ആദത്തിൻ്റെ കളിമണ്ണ് കൊണ്ട് മെനഞ്ഞെടുത്ത ആദത്തിൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ശ്വാസം, ദൈവത്തിൻ്റെ ജീവൻ നിവേശിപ്പിച്ചപ്പോഴാണ് ആദത്തിന് ജീവൻ ഉണ്ടായത്. മറ്റെല്ലാ ജീവജാലങ്ങളും ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് കൽപ്പിച്ചപ്പോൾ അവ ഉണ്ടായി. എന്നാൽ അവയെ മണ്ണ് കൊണ്ടൊക്കെ ചിലതിനെ മെനഞ്ഞെടുത്തു. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ജീവന്റെ ശ്വാസം ദൈവം നിവേശിപ്പിച്ചില്ല. ദൈവവചനത്താൽ അവ ജീവൻ പ്രാപിച്ചു. ദൈവത്തിനെല്ലാം സാധ്യമാണല്ലോ. പക്ഷെ ദൈവം നമ്മളോട് മാത്രം ഒരു പ്രത്യേകത കാണിച്ചത്, തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചു. നമ്മൾ ഇങ്ങനെ പറയാറില്ല, നമ്മുടെ അപ്പനെ പോലെയാണ് മക്കളല്ലേ, അല്ലേ പറയാറുണ്ട്. നിന്നെ കണ്ട അപ്പനെ പോലെ തന്നെ ഇരിക്കുന്നു കേട്ടോ, അല്ലെ ആ സ്വരമൊക്കെ അപ്പൻ്റെ പോലെ തന്നെയാണ്, അല്ലെ അമ്മയെ പോലെയാണ്, അമ്മയുടെ സ്വരമാണ്, അതേ ഹൈറ്റും അതേ നമ്മുടെ ശരീരവും നമ്മുടെ പ്രവർത്തനവും മനോഭാവവും കൊണ്ട് പറയാറുണ്ട്. എന്നാൽ നമ്മുടെ ആത്മാവ് ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുള്ള, ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആത്മാവ് ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെ ഛായയാണ്. മനുഷ്യൻ്റെ പുറം കറുത്തതോ വെളുപ്പോ ബ്രൗണോ പിന്നെ നിറവും ഹൈറ്റും ഒക്കെ എന്തും ആയിക്കൊള്ളട്ടെ, ഏതോ ആയിക്കോട്ടെ, പക്ഷെ ഉള്ളിലുള്ള ആത്മാവ് ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് ഈ 10 കൽപ്പന കൊടുത്തപ്പോൾ ദൈവമായ കർത്താവ്, നിന്റെ ദൈവമായ കർത്താവിനെ, നിന്റെ പിതാവാണ്, നിന്റെ സൃഷ്ടാവാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരെ, ചുറ്റുപാടുമുള്ളവരെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. കാരണം നിന്നെ പോലെ തന്നെ, നീ കണ്ടാൽ വ്യത്യാസമായിരിക്കാം, പക്ഷെ നിന്നെ പോലെ തന്നെ ഒരാത്മാവ്, നിന്റെ ആത്മാവ് എന്ന് പറയുന്ന വ്യക്തിപരമായ എൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല, എൻ്റെ ആത്മാവ്. ഒരു മനുഷ്യന്റെ ഉള്ളിലുണ്ട്, ആത്മാവുണ്ട്. അതാണ് നമ്മൾ മനുഷ്യന് വില കൊടുക്കുന്നത്. എത്ര മനുഷ്യനെ ബാഹ്യമായിട്ട് കണ്ടാൽ കൊള്ളത്തില്ലെങ്കിലും ഉള്ളിൽ ദൈവത്തിൻ്റെ സൗന്ദര്യമുള്ള ഒരു ആത്മാവ് ഓരോ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. ദൈവം അതുകൊണ്ടാണ് പാപിയെ തേടിപ്പോകുന്നു എന്ന് പറഞ്ഞത്. ലോകത്തിലെ ശരീരവും മനസ്സും പാപത്തിലേക്ക് പോയി പാപപ്രവൃത്തി മാത്രം ചെയ്തുകൊണ്ട് ദൈവത്തെ ദുഷിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ തേടിയാണ് ദൈവം പോകുന്നത്. കാരണം എന്താ? ആ വ്യക്തിയിലുള്ള ആത്മാവ് ദൈവത്തെ തേടുകയാണ്. ഈ പാപം ചെയ്യുന്ന വ്യക്തിയുടെ ഉള്ളിൽ ഉള്ള ആത്മാവ് പാപത്തിന് കൂട്ടുനിൽക്കുന്നില്ല. നമ്മുടെ ഉള്ളിൽ കുറ്റബോധം, ഗിൽറ്റി ഫീലിങ്, അല്ലെങ്കിൽ പശ്ചാത്താപം എന്നൊക്കെ ഏതെങ്കിലും രീതി വിളിക്കാം, പല രീതിയിലാണ്. അത് നമ്മുടെ ആത്മാവിൻ്റെ സ്വഭാവം, ആത്മാവിൻ്റെ മനോഭാവമാണ്. നമ്മുടെ ആത്മാവ് നിരന്തരം, എത്ര വലിയ പാപിയുടെ ഉള്ളിലുള്ള ആത്മാവ് അഗാധത്തിൽ ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നല്ലേ, നമ്മുടെ ആത്മാവ് ദൈവത്തെ, സംഗീതം 42 നീർത്തോടിനായി ദാഹിക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ശരീരം ലോകത്തിൻ്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ദാഹിക്കുകയാണ്. ഓരോ നിമിഷം അതിൻ്റെ പിന്നാലെ പരക്കം പായിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഇതാണ് നമ്മുടെ ഉള്ളിൽ. റോമർ 7-8 പൗലോസ് പോലെ ഒരു വടംവലി നടക്കുന്നുണ്ട്. നമ്മുടെ ആത്മാവ് നമ്മളെ വലത്തോട്ട് വലിക്കും. ഞാൻ വലത്തോട്ടെന്ന് പറയുമ്പോൾ അങ്ങനെയാണോന്നില്ല. നമ്മുടെ ആത്മാവ് നമ്മളെ ദൈവത്തെങ്കിലേക്ക് പോകാം എന്ന് പറഞ്ഞ് വലിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും നമ്മളെ ഇടത്തോട്ട് വലിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ലോകവും മോഹങ്ങളും അതിൻ്റെ എല്ലാ സുഖങ്ങളും പരീക്ഷിക്കാം, ആസ്വദിക്കാം. എന്താ കുഴപ്പം? എല്ലാവരും അങ്ങനെയല്ലേ ലോകത്തിൽ എത്രയോ പേര് ജീവിക്കുന്നു. നമ്മുടെ ശരീരം മനസ്സും നമ്മളെ ലോകത്തിൽ പാപത്തിലേക്ക് നമ്മളെ നയിക്കുമ്പോൾ ചിലർ അങ്ങനെ അങ്ങ് വീണുപോയി. ചിലർ ഇടത്തുവശത്തേക്ക് അങ്ങ് വീണുപോയി, എഴുന്നേക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് മനുഷ്യവർഗം മുഴുവനും ഇടത്തേക്ക് അല്ലെ പാപത്തിലേക്ക് വീണുപോയ മനുഷ്യനെ പിടിച്ചെഴുന്നേൽപ്പിക്കാനാണ് ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്.
കാരണം അത്രമാത്രം സാത്താൻ അല്ലാതെ നെഗറ്റീവ് ശക്തി മനുഷ്യനെ തിന്മയിലേക്ക് ഉൽപ്പത്തി 6 പറയുന്നുള്ള ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൽ പരിതപിച്ചെന്ന് പറയാം. മനുഷ്യനിൽ ദൈവത്തിന്റെ ചൈതന്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ നിയന്ത്രണത്തിൽ മനുഷ്യൻ ദൈവ ആത്മാവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ചൈതന്യം ഉള്ളിലുള്ള ആത്മാവുള്ള നമ്മുടെ ആത്മാവിന് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റാതെ നമ്മുടെ ശരീരവും മനസ്സും കൂടി അത്രമാത്രം പാപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി നമ്മൾ തിന്മയ്ക്ക് അടിമപ്പെട്ടു പോകുന്നുവെന്ന് കണ്ട് പല കാര്യങ്ങളും ദൈവം ഏദൻ തോട്ടത്തിൽ പുറത്താക്കിയത് അതുകൊണ്ടാണ്. മനുഷ്യനെ ദൈവം ആയുസ് വെട്ടിക്കുറച്ചതും 900-1000 വർഷമൊക്കെ മനുഷ്യൻ ജീവിച്ചിരുന്നു. നമ്മൾ ഉൽപ്പത്തി 4-5 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടം വരെയും മനുഷ്യൻ്റെ ആയുസ് 900-1000 ഒക്കെ ആയിരുന്നു. എന്തിനാണ് ഇങ്ങനെ പാപം ചെയ്തത്? നിത്യത പോലും, നിത്യതയിൽ മനുഷ്യൻ ഏദൻ തോട്ടത്തിലായിരുന്നെങ്കിൽ നിത്യമായി ഒരിക്കലും അവനെ വീണ്ടെടുക്കാൻ പറ്റും. നിത്യമായ സാത്താന്റെ അടിമത്തത്തിൽ ആയിരിക്കും മനുഷ്യന്റെ ആത്മാവും ശരീരവും മനസ്സും എല്ലാം. അതുകൊണ്ടാണ് മരണമില്ലാത്ത അവസ്ഥയിൽ നിന്നും ഏദൻ തോട്ടത്തിൽ നിന്നും ഒന്ന് ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് മരണമുള്ള അവസ്ഥയിലേക്ക് ഇറക്കി വിട്ടത്. മരണമുള്ള അവസ്ഥയിൽ പോലും അവിടെയും മനുഷ്യന് 1000-900 വർഷമൊക്കെ ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു അല്ലേ? അവിടെയാണ് ദൈവം ഉൽപ്പത്തി 6 വന്ന് കണ്ടപ്പോൾ വെറും 120 വർഷമായിട്ട് കുറച്ച്. കാരണം എന്താ? നിത്യത മാറ്റി ഇനിയും ഈ ഭൂമിയിൽ 900-1000 വർഷവും ജീവിച്ചിട്ട് പാപം ചെയ്ത് മറ്റുള്ളവരെ കൂടെ പാപം ചെയ്ത് നിത്യനാശത്തിലേക്ക് പോകാൻ എന്തിനാണ് ഇത്രയും ജീവിതം? സങ്കീർത്തനം 90 വന്നപ്പോൾ ഏറിയാൽ 70 അല്ലെങ്കിൽ 80 മനുഷ്യൻ പാപം ചെയ്ത് മനുഷ്യന്റെ ആയുസ് കുറഞ്ഞു വരികയാണ്. ഈ ഭൂമിയിൽ മനുഷ്യന്റെ ആയുസ് കുറയാൻ കാരണം ദൈവം, ഞാൻ പറഞ്ഞില്ലേ, ഈ ഭൂമിയിലായിരിക്കുന്നത് നമ്മളെ വീണ്ടും നിത്യതയിലേക്ക് ഈ ഭൂമിയിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോകാൻ ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ വന്ന് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി അവൻ്റെ കൂടെ ഒന്നായി നിന്നുകൊണ്ട് നമ്മുടെ ആത്മാവിനെ നിത്യതയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ദൈവിക സംവിധാനമാണ് മനുഷ്യ ജീവിതം എന്ന് പറയും. ഇത് ദൈവത്തിൻ്റെ അറിവാണ്, മനുഷ്യൻ്റെ അല്ല. മനുഷ്യൻ പറയും ആകപ്പാടെ ഒറ്റ ജീവിതമുള്ള, ആസ്വദിച്ചോ എൻജോയ് ചെയ്തോ എന്നാണ്. പക്ഷേ നമുക്കറിയാം ഈ ഭൂമിയിൽ അനേക വിശുദ്ധാത്മാക്കൾ എന്ന് പറയും, അനേക ഗവേഷണ പരിപാടി നടത്തി അനേക ശാസ്ത്രജ്ഞന്മാരുണ്ട്, സയന്റിസ്റ്റുകളുണ്ട്, ബുദ്ധിയുടെ അഗ്രഗണ്യന്മാരുണ്ട് പലരും. പക്ഷെ അതുപോലെ തന്നെ ദൈവത്തെ കണ്ടുപിടിച്ചു. ഞാൻ പറയും ഏറ്റവും വലിയ ഗവേഷണം, ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ട് എന്നും ദൈവത്തെ അംഗീകരിക്കുന്നതുമായ ഒരു കണ്ടുപിടുത്തമാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തം. The greatest invention is that to find, നമ്മുടെ ജീവിതത്തിലും ഏറ്റവും വലിയ കണ്ടുപിടുത്തം ദൈവം ഉണ്ട് എന്നുള്ള ആ ഒരു അറിവാണ്, കണ്ടുപിടുത്തമാണ്. ദൈവത്തെ കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം, അല്ലെങ്കിൽ മനുഷ്യൻ ഇങ്ങനെ ലോകത്തിൽ എന്ത് കണ്ടുപിടിച്ചാലാണ് ശാസ്ത്രം എന്ത് പുരോഗതിയിലെത്തണം മനുഷ്യന്റെ ജീവിതം സന്തോഷകരമായി അല്ലെ മരിക്കാതെ മനുഷ്യനെ എന്നൊന്നും ജീവിപ്പിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ ഇങ്ങനെ തത്രപ്പെടുകയാണ് ശാസ്ത്രം എന്ന് ഞാൻ പറയും. പക്ഷെ അതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് തിന്മയാണ്. സാത്താൻ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റാൻ വേണ്ടി എല്ലാ സംവിധാനങ്ങളെയും ദൈവത്തിനെതിരായി ഉപയോഗിക്കുന്ന അനേകർ അതിൽ പങ്കുചേരുന്നുണ്ട് അറിയാതെ അല്ലേ. സങ്കീർത്തനം 14 ഇങ്ങനെ പറയുന്നത്, തിരുവചനങ്ങളൊക്കെ പറയുന്ന മുഴുവനും മനുഷ്യൻ അല്ലെങ്കിൽ ധനമുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. അതായത് ഇന്നലെയൊക്കെ നമ്മൾ ചിന്തിച്ചു, ധനവാനായ യുവാവ് യേശുവിൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഞാൻ നിത്യജീവൻ അവകാശം അല്ലെ സ്വർഗത്തിൽ പോകാൻ എൻ്റെ ആത്മാവ്, എൻ്റെ ശരീരം മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആത്മാവിന് മരണമില്ല, ആത്മാവ് ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന് മരണമില്ല. ദൈവം എന്നും ആദ്യം അന്ത്യം ആൽഫായും ഒമേഗായും ഒക്കെ എന്നൊക്കെ ഈശോ പറഞ്ഞു. അപ്പൊ ആ ദൈവത്തിനും നമ്മുടെ ആത്മാവിനും മരണമില്ല. പലരും ഈ ലോകത്തിൽ കാണിക്കുന്ന ഏറ്റവും വലിയ അബദ്ധമാണ് സൂയിസൈഡ് അല്ലെ ആത്മഹത്യ. അത് ചിന്തിക്കും ഈ ഒന്ന് മരിച്ചു കിട്ടിയാൽ എല്ലാം തീർന്നു, സന്തോഷം, അതിന് കുഴപ്പമൊന്നും ഒന്നും അല്ല. മരിച്ചാലേ ശരീരം പോകുന്നു, പക്ഷെ നമ്മുടെ അസ്തിത്വം, നമ്മുടെ ജീവൻ, ആത്മാവ് എന്നും നിലനിൽക്കുകയാണ്. ഒരിക്കലും അത് തീരുന്നില്ല, നമ്മുടെ ദുഃഖങ്ങളൊന്നും തീരുന്നില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിച്ചു, അതായത് ദൈവം തന്ന ആത്മാവാണ്, ദൈവ സാന്നിധ്യം, ദൈവം നമ്മോടുകൂടെ.
അതിനാണ് ദൈവം മനുഷ്യനായി വന്നുകൊണ്ട് കാൽവരിയിൽ നമ്മുടെ ഈ ആത്മാവിൽ വന്ന് വസിക്കാൻ, നമ്മുടെ ശരീരത്തിൻ്റെ, ഇന്നലെ ചിന്തിച്ചു, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കുറവുകളെ കാൽവരിയിൽ യേശു ഇല്ലാതാക്കിയിട്ട് നമ്മുടെ ആത്മാവിൽ വന്ന് വസിക്കാനുള്ള, അല്ലെ, യേശു ഭൂമിയിലായിരുന്നപ്പോൾ ജെറുസലേം ദേവാലയം, കഴുതപ്പുറത്ത് ജെറുസലേം ദേവാലയത്തിലേക്ക് വന്നുകൊണ്ട് ആ ജെറുസലേം ദേവാലയത്തിൽ കയറി ചെന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആടുമാട് വിൽപ്പനക്കാരെയും നാണയമാറ്റക്കാരെയും കച്ചവടക്കാരെയും ഒക്കെ പുറത്താക്കിയിട്ട് പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ ആലയമാണ്, നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പുറത്താക്കി. ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന്. ഇതാണ് യേശു ലോകത്തെ സാത്താൻ്റെ ആധിപത്യത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്നും വിടുവിച്ചു നമ്മൾ അവന് നമ്മുടെ ജീവിതം അടിയറവെക്കണം. ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും വേണ്ടി യേശു കാൽവരിയിൽ ബലിയായി നമ്മളെ വീണ്ടെടുത്ത് അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയെന്നാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. ഇനിയും നമ്മൾ വിലയ്ക്ക് വാങ്ങി നമുക്ക് സ്വാതന്ത്ര്യം, ദൈവം നീതിമാനായതുകൊണ്ട് നമുക്ക് നമ്മളെ അടിമകളാക്കി വെക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ ഭൂമിയിലുള്ള ഇന്നും ദൈവം വിലയ്ക്ക് വാങ്ങിയ മനുഷ്യരാണ് ഇപ്പോൾ ഭൂമിയിൽ. യേശുക്രിസ്തുവിന് ശേഷം ഭൂമിയിൽ ജനിച്ച എല്ലാവരും. പക്ഷെ അവർക്കും ദൈവം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. നന്മയോ തിന്മയോ ചെയ്യുവാൻ ദൈവം ആരെയും നിർബന്ധിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം തൻ്റെ ആത്മാവിനെ, ഞാൻ പറഞ്ഞു, മാമോദീസായിലൂടെ ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയത് നമ്മുടെ ആത്മീയ മേഖലയിൽ ദൈവം വസിച്ചുകൊണ്ട് നമ്മെ നയിക്കുവാനായിട്ടാണ്. യോഹന്നാൻ 14 വളരെ വ്യക്തമായിട്ട് ഈശോ പറയുന്നുണ്ട്, എൻ്റെ വചനം പാലിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും, ഞങ്ങൾ പിതാവും പുത്രനും അവനിൽ വന്ന് വാസമുറപ്പിക്കും. ആത്മീയമായിട്ടാണ് ദൈവം നമ്മുടെ ആത്മാവിനോട് ചേർന്ന് വസിക്കാനുള്ള ഒരു ദൈവത്തിൻ്റെ സംവിധാനം നമ്മളെ നയിക്കാൻ. അതെ, കാരണം ദൈവത്തിന് മാത്രമേ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം 1 കൊരിന്ത്യർ 2 പറയുന്നുണ്ട്, ദൈവം തന്നെ പരിശുദ്ധാത്മ നൽകി. എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ മനസ്സാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സ് നമുക്കറിയാം. ഇല്ലേ, നമ്മുടെ ശരീരത്തിൻ്റെയും ജഡമോഹങ്ങളുടെയും ലോകമോഹങ്ങളുടെയും ഒക്കെ പിന്നാലെ നമ്മൾ പരക്കം പായുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ മാമോദീസായിലൂടെ നമുക്ക് ആദ്യമായി ദൈവം നൽകിയ പരിശുദ്ധാത്മാവ്. ഇങ്ങനെ 1 കൊരിന്ത്യൻസ് 2:9 ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ എന്ന് പറഞ്ഞാൽ ശരീരവും മനസ്സും, കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന, ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. മനുഷ്യന്റെ അന്തർഗതങ്ങള് അവന്റെ ആത്മാവല്ലാതെ നമ്മുടെ ആത്മാവിനെ അറിയാം. അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്ക് സാധ്യമല്ല. നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെ അല്ല. പണ്ടങ്ങനെയായിരുന്നു. ദുഷ്ടാരൂപികളായിരുന്നു നമ്മളെ നയിച്ചിരുന്നത്. പാപത്തിലായിരുന്നപ്പോൾ ലോകത്തിന്റെ അരൂപി അല്ല നമ്മളിപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന പ്രത്യേകത. ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെ തന്നെയാണ്, പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് മാമോദീസായിലൂടെ ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗം നമ്മൾ മാമോദീസ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ദുഷ്ടാത്മാവാണ് നമ്മളെ ജനിച്ചപ്പോൾ തന്നെ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ആദത്തിന്റെ ഹവ്വയുടെയും പാപം മൂലമാണത്. പരിശുദ്ധ കന്യാമറിയം അതിൽ നിന്നും വിമുക്തിയായിട്ടാണ് ദൈവം പ്രത്യേകം സൃഷ്ടിച്ചത്. കാരണം ദൈവം മനുഷ്യനായ ഭൂമിയിൽ ജനിക്കുവാൻ വേണ്ടി ദൈവിക സംവിധാനത്തിന്റെ ഭാഗമായിരുന്നു മറിയം പറഞ്ഞത്. ഐ ആം ദി ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ചവൾ, അല്ലെ സാത്താന്റെ യാതൊരു സ്വാധീനവും ഇല്ലാത്തവൾ. നല്ല ചിന്തിച്ചു, ആ മറിയത്തിൽ ഇതാണ് യേശു ദൈവപുത്രൻ ശരീരമെടുത്തത്. അതൊക്കെ ചിന്തിച്ചാണ്, ഇതിലേക്ക് വീണ്ടും ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ ചിന്തകളാണ് ഞാനീ പറയുന്നത്.
ഇത് ദൈവം നൽകുന്ന ചിന്തകളാണ്. വചനത്തിലൂടെ, ചുമ്മാ തലയ്ക്ക് തോന്നുന്നല്ല, ദൈവവചനത്തിലൂടെ, ദൈവത്തിന്റെ ആത്മാവ് തിരുസഭയിലൂടെ നമുക്ക് നൽകുന്ന പ്രബോധനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഞാൻ നമ്മൾ ഓർപ്പിച്ചു, നമ്മൾ പരിശുദ്ധാത്മാവിനോട് നമ്മൾ സംസാരിക്കണം. കണ്ണുകൊണ്ട് കാണത്തില്ല, പക്ഷേ നമ്മൾ പറയണം, പരിശുദ്ധാത്മാവേ ഇനി എന്നെ നയിക്കണമേ. പാടാറൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ പറയണം വ്യക്തിപരമായിട്ട്. നമ്മളൊരാളോട് പറയത്തില്ലേ, എൻ്റെ കാര്യം ഒന്ന് ചെയ്തു തരണമെന്ന് പറയാൻ നമുക്കറിയാവുന്ന പറയണ, പരിശുദ്ധാത്മാവേ ഇന്ന് എൻ്റെ മക്കൾ സ്കൂളിൽ പോവുകയാണ്, കോളേജിൽ പോവുകയാണ്, അവരെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ എനിക്ക് ശക്തിയില്ല, എൻ്റെ ശരീരത്തിന് ശക്തിയില്ല, എൻ്റെ മനസ്സിന് ശക്തിയില്ല, പരിശുദ്ധാത്മാവേ നിന്റെ ശക്തി എൻ്റെ ശരീരത്തിന് നൽകണമേ. ആണ് യേശു കാൽവരിയിൽ നമുക്ക് വേണ്ടി വാങ്ങിച്ചതാണ്, മേടിച്ചതാണ്. നമ്മൾ സ്കൂളിൽ അല്ലേ, സ്കൂളിൽ പോയി കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്നതിനുമായിട്ട് ഒരു കാര്യം ചെയ്തില്ലേ, ഷോപ്പിംഗ് അല്ലേ. അവർക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങളും സ്കൂളിലുള്ള സാധനങ്ങളും ബുക്കുകളും പെനാകളും എന്തെല്ലാം, കമ്പ്യൂട്ടർ, പിന്നെ നമ്മൾ എന്തെല്ലാം മേടിച്ചു. യേശു നമുക്ക് വേണ്ടി ഇതെല്ലാം മേടിച്ചു കാൽവരി കുരിശിൽ പിതാവിനോട്. അത് കൊണ്ടുതരുന്നത് പരിശുദ്ധാത്മാവാണ്. പലപ്പോഴും ഓർപ്പിച്ചു, പരിശുദ്ധാത്മാവാണ് ദൈവ അനുഗ്രഹം നമുക്ക് കൊണ്ടുതരുന്നത്. പിന്നെയുള്ളവരെ, ഇത് ഒരു ദിവസം കൊണ്ടല്ല, ആയുഷ്കാലം കൊണ്ട് ചിന്തിച്ചാൽ ഒരു ദിവസം പുതിയ പുതിയ ആത്മീയ ഉൾക്കാഴ്ചകൾ. റോമർ 1 പൗലോസ് 21 പറയുന്നുണ്ട്, ഈ പ്രപഞ്ചത്തിലേക്കൊന്ന് നോക്കിയാൽ മതി ദൈവം ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ. സങ്കീർത്തനം 14 പറയുന്ന, മൂടനാണ്, ഫോഷനാണ് പറഞ്ഞത് ദൈവം ഇല്ല എന്ന്. കോമൺ സെൻസ് ഉള്ളവർ പറയില്ല ദൈവം ഇല്ല എന്ന്. കാരണം നമ്മൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു ബട്ടർഫ്ലൈ പറന്നു വരുമ്പോൾ അതിനെ നോക്കിക്ക്, അതിൻ്റെ 2 ചിറകുകൾ വളരെ കൃത്യമായി ഒരുപോലെയാണ്. അത് തന്നെ ഉണ്ടായതാണോ, റാൻഡമായിട്ടുണ്ടായതാണോ? അല്ല. റാൻഡമായിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ ഒരു ചിറക് ഒരു കളറും വേറൊരു ചിറക് വേറൊരു കളറുമായിരിക്കും. എന്നാൽ ദൈവം അതിനെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഒരു പക്ഷി പ്രപഞ്ചം മുഴുവൻ നോക്കിക്കേ, എല്ലാം വളരെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യുകയാണ്. അതിന്റെ പിന്നിൽ ഒരു ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ശക്തി മാത്രമല്ല, ഒരു ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട്. അത് ദൈവത്തിന്റെ ബുദ്ധി എന്ന് പറയും. വളരെ കൃത്യമായിട്ട് ഇൻ ഓർഡർ എവറിത്തിങ്. പ്രപഞ്ചത്തിൽ മനുഷ്യൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി കഴിയുമ്പോഴാണ് ആ ഓർഡർ തെറ്റുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം ഇന്ന് സുവിശേഷത്തിൽ ഓർപ്പിക്കുന്നത്, ധനമുണ്ടെങ്കിൽ ദൈവം എല്ലാം, ദൈവമാണ് ധനത്തെക്കാളും, അല്ലെ ധനമാണ് ദൈവത്തെക്കാളും വലുത് ചിന്തിക്കുമ്പോൾ അല്ല. ഈശോ തന്നെ പറയാണ്, ധനവാൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വളരെ ബുദ്ധിമുട്ട്. കാരണം എന്താ? അഹങ്കാരമാണ്. ദൈവത്തെക്കാളും എനിക്ക് ഒന്നും വേണ്ട, എൻ്റെ സ്വന്തം കഴിവുകൊണ്ടെല്ലാം നേടി, എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ കഴിവാണ്, ഞാൻ നേടി എന്ന് പറയുമ്പോൾ അവൻ ഒരിക്കലും ദൈവത്തെ കണ്ടെത്താൻ പറ്റുകയില്ല. ആര് എളിമയോടെ ദൈവത്തിന് മുമ്പിൽ ജീവിതം അടിയറ വയ്ക്കുന്നോ അവർക്ക് ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുമെന്നും. സോളമൻ്റെ ജ്ഞാനം നമുക്കറിയാം. ദൈവത്തിന് മുമ്പിൽ അടിയറ വെച്ചപ്പോഴാണ് ജ്ഞാനം കിട്ടിയത്. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ ദൈവത്തെ ഏറ്റുപറയാൻ എല്ലാ കാരണങ്ങളുണ്ട്. പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ എത്ര മനോഹരമായിട്ടാണ് അതിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് തള്ളിക്കളഞ്ഞത് കൊണ്ടാണ് മനുഷ്യന്റെ ഇന്നത്തെ സകല റോമർ 1 വായിക്കുന്നതിലാണ് 21 തൊട്ട് ഇന്നത്തെ പല പാപങ്ങൾ പോലും വന്നതിൻ്റെ കാരണം ദൈവത്തെ തള്ളിപ്പറഞ്ഞത് കൊണ്ടാണെന്നാണ് അല്ലേ. അപ്പോൾ ധനമുണ്ടെങ്കിൽ ഈശോ പറഞ്ഞു ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ വെച്ച് വളരെ. അപ്പോൾ അവർ ശിഷ്യന്മാർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആർക്ക് സാധിക്കും? അവിടെയാണ് ഈശോ പറഞ്ഞത്, ഇത് മനുഷ്യർക്ക് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ദൈവം ആത്മാവായി നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മുടെ ധനത്തെയും നമ്മുടെ സൗന്ദര്യത്തെയും നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ ചിന്തകളെയൊക്കെ ദൈവം ക്രമീകരിക്കും. നമ്മളെ വഴിതിരിച്ചുവിടും നിത്യതയിലേക്ക്, നാശത്തിലേക്കല്ല, ഇടത്തുവശത്തേക്കല്ല, വലത്തുവശത്തേക്ക്. ഞാനിങ്ങനെ ആലങ്കാരികമായിട്ട് പറയാറുണ്ടല്ലേ, ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മ വയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ നെറ്റിയിൽ വെക്കും, പിന്നെ നെഞ്ചിൽ വെക്കും, പിന്നെ ഇടത്താണ് വെക്കുന്നത് അല്ലേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാന്ന് പറയുമ്പോൾ ഇടത്തുവശത്ത് വെച്ചിട്ട് ആമേന്ന് പറയുമ്പോൾ വലത്തുവശത്തേക്ക് കൈമാറ്റി തോളിൽ വെക്കണം. എന്താ? ഇടത്തുവശത്തേക്ക് പോകേണ്ട നമ്മളെ വലത്തുവശത്തേക്ക് മാറ്റിയ വിശുദ്ധ കുരിശേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവതയുമേ, ഇടത്തുവശത്തേക്ക് നാശത്തിലേക്ക് അന്ത്യവിധി നാളിൽ ഇടത്തുവശത്ത് ഒരു അലങ്കാരം, ഇടത്തുവശത്ത് നിൽക്കാൻ യോഗ്യതയുള്ളവരായ നമ്മളെ വലത്തുവശത്തേക്ക് മാറ്റി നിർത്തിയ യേശുവിന്റെ കുരിശിലെ സ്നേഹമേ. അതാണ് ക്രൂശ്. നമ്മൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മുടെ മേൽ ക്രൂശിന്റെ ചിഹ്നം വെക്കുമ്പോൾ അല്ലേ, നെറ്റിയിൽ നിന്നും നെഞ്ചിലേക്കും പിന്നെ നമ്മുടെ ഇടത്തെ തോളിൽ നിന്നും വലത്തെ തോളിലേക്കും നമ്മൾ എൻ്റെ ദൈവമേ ഇടത്തുവശത്തേക്ക് നാശത്തിലേക്ക് പോകണെ വലത്തുവശത്തേക്ക് മാറ്റി നിർത്തിയ ദിവ്യ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.